നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് മിലിറ്ററിയില്ല. കേൾക്കാനൊന്നും പറയാനൊന്നും അല്ലേ. 2025 102 കൊല്ലത്തെ. വിലമതിക്കാനാവാത്ത അമൂല്യ ശേഖരവുമായി ഒരു അത്ഭുത മാളിക വീട്. അതേട്ടോ, വീടിന്റെ മുറ്റം മുതൽ മ്യൂസിയത്തിന് വെല്ലുന്ന പുരാതന വസ്തുക്കളാൽ വിസ്മയം തീർക്കുകയാണ് 100-ൽ പരം വർഷം പഴക്കമുള്ള കുറ്റിച്ചിറയിലെ കാരാണി മാളിക വീട്. ഇവിടുത്തെ കോളിംഗ് ബെല്ലിൽ പോലുണ്ട് കേട്ടോ പ്രത്യേകത. 1923 ബ്രിട്ടീഷ് ഭരണകാലത്തടച്ച വീട്ടുനികുതിയിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. പരിചയക്കാര് പോലും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നട്ടപ്രാന്ത് പുതിയ തലമുറയ്ക്ക് ചിന്തിക്കാൻ കൂടി പറ്റാത്ത തരം വസ്തുക്കൾ ഇദ്ദേഹം മോഹവില നൽകി ഇന്ന് വീട് തന്നെ ഒരു മ്യൂസിയമാക്കി. കൂട്ടിന് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും. പുരാതന കാലത്ത് ഈ കാണുന്ന മണ്ണെണ്ണ വിളക്കിന് നികുതി അടച്ച അനുമതി വാങ്ങണത്രേ. അതാണ് ഈ കാണുന്നത്. പഴയകാല നാണയ ശേഖരവും 2025-ലുള്ളതും എന്നാൽ നമ്മൾ കാണാത്തതുമായ 1000 രൂപയുടെ കോയിനും മറ്റു നാണയങ്ങളും ഇവിടെ കാണാം. ലാലേട്ടന്റെ കാലാപാനി സിനിമയിൽ ഉപയോഗിച്ച ഇസ്ത്രിപ്പെട്ടി മുതൽ ട്രാവലിംഗ് യൂസിനുള്ള കുഞ്ഞൻ അയൺ ബോക്സും കറണ്ടിൽ പ്രവർത്തിക്കുന്ന കുട്ടി അയൺ ബോക്സ് വരെ ഇവിടെയുണ്ട്. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ പോലും ഇന്ന് കണി കാണാൻ പറ്റാത്ത ഈ പോസ്റ്റൽ ബോക്സും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 28 കിലോ ഭാരമുള്ള 65-ൽ പരം വർഷം പഴക്കമുള്ള ഫാനാണ് കേട്ടോ ഈ കാണുന്നത്. അരകല്ല് മുതൽ ആട്ടുകല്ല് വരെ ഇവിടെയുണ്ട്. മാഗ്നറ്റിക് പവറുള്ള കല്ലും വുഡൻ സ്റ്റോണും പഴയകാല തൂക്കുകട്ടകളും പൂട്ടിവെക്കാവുന്ന ആൽബവും പറങ്കി പൂട്ടുകളും പല സ്ഥലങ്ങളിലെ മണ്ണുകളും 1970-ലെ പെപ്സിയുടെ പൊട്ടുന്ന കുപ്പിയും തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത വസ്തുക്കളുണ്ട് കേട്ടോ ഇവിടെ. എടുത്താ പൊങ്ങാത്ത ഈ ഗ്ലാസ്സോട് മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. ഇത് പിന്നെ നമ്മുടെ സ്വന്തം കേരളത്തിന്റെ നിർമ്മിതി. ഈ ഫോണുകൾ പണ്ട് ആർമിയിലും കപ്പലിലും മറ്റും ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ. ഇനി അകത്തോട്ട് പോയാൽ ഈ കാണുന്നതെല്ലാം തേക്കിലും വീട്ടിലും തീർത്ത കട്ടിലുകളും പത്തായങ്ങളുമാണ്. ഈ ആട്ടുകെട്ടിൽ കണ്ടില്ലേ, ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. ഇത് പിന്നെ സൗദിയിൽ നിന്നും കൊണ്ടുവന്ന ഡിജിറ്റൽ പാന കൊണ്ട് വായിക്കാൻ പറ്റുന്ന ഖുറാനാണ്. ഇനി മുകളിലെ നിലയിലെത്തിയ ഈ കാണുന്നത് മാമോദിസ പാത്രങ്ങളാണ്. ഇത് മാസ്രപ്പല. മലബാറിലേത് പണ്ട് തറവാട്ട് കല്യാണങ്ങൾക്ക് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. ഇങ്ങനെയാണ് ഇതിലിരിക്കേണ്ടത്. ഈ കാണുന്നത് ഈക്കുപെട്ടിയാണ്. ചുരുക്കി പറഞ്ഞ ഇന്നത്തെ ലോണ്ടറി ബാസ്ക്കറ്റ്. കൂടാതെ ഡ്രസ്സിംഗ് ടേബിളും ടീപ്പോയും ഇന്നും ഉപയോഗത്തിലുള്ള ഒട്ടനവധി ക്ലോക്കുകളും ഉണ്ട് കേട്ടോ ഈ വീട്ടില്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നതിന് മുമ്പ് റൂമിൽ ഉപയോഗിച്ചിരുന്ന മൂത്രക്കല്ലാണിത്. പഴമയുടെ മൂല്യം ഒട്ടും കുറയാതെ ഇന്നും പരിപാലിച്ചു വരുന്ന അബ്ദുൾ ജബ്ബാർ എന്ന ഈ കോഴിക്കോട്ടുകാരൻ നമ്മുടെ അഭിമാനമാണ്. അംഗീകാരങ്ങളുടെ ഒരു അഹങ്കാരവും ഇല്ലാത്തൊരു മനുഷ്യൻ എന്ന് തന്നെ പറയാം. ഒരിക്കലെങ്കിലും ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് കുറ്റിച്ചിറയിലാണ്. ഗൂഗിളിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.